സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കെയർഫെഡ് ഫാക്ടറി പടിക്കൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി പുതിയകാവ് കെയർഫെഡ് ഓയിൽ കോംപ്ലക്സിലെ തൊഴിലാളിയെ പുറത്താക്കിയ മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കണമെന്നും ഈ മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അബ്ദുൽ ഹബീബിന്റെ സസ്പെൻഷൻ കാലാവധി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ യോഗം നടത്തിയത്. കരുനാഗപ്പള്ളി പുതിയകാവ് കെയർഫെഡ് ഓയിൽ കോംപ്ലക്സിന് മുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. കെയർഫെഡ് ഓയിൽ കോംപ്ലക്സിൽ തൊഴിലാളിയായ വിവേക് വിജയനെ പുറത്താക്കിയ മാനേജ്മെന്റ് തീരുമാനം പിൻവലിക്കണമെന്നും ഈ മാസം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അബ്ദുൽ ഹബീബിന്റെ സസ്പെൻഷൻ കാലാവധി ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രതിഷേധം. കെ രാജശേഖരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. അതിനൊന്നും നിന്നുകൊടുക്കാനാവില്ല എന്നുള്ളത് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാനാവണം. നമുക്കിന്ന് കത്ത് കൊടുക്കാം, പ്രതികരണം എങ്ങനെയെന്നുള്ളത് നോക്കാം. ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ ഒരു തൊഴിലാളി പ്രശ്നം എന്നുള്ള നിലയിൽ പ്രതിരോധിക്കാൻ കഴിയണം എന്ന് മാത്രം സൂചിപ്പിക്കും. ജെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗോപകുമാർ സ്വാഗതം പറഞ്ഞു. പി ആർ വസന്തൻ, എ അനിരുദ്ധൻ, കൃഷ്ണപിള്ള, കൃഷ്ണകുമാർ, സലിം, ജയപ്രകാശ്, അബ്ദുൾ റസാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.